ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. യു.എസിന് പിന്നാലെ കനത്ത ഇറക്കുമതി താരിഫുമായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും. സ്റ്റീൽ ഇറക്കുമതിക്ക് താരിഫ് വർദ്ധിപ്പിക്കാനാണ് നീക്കം. ഇന്ത്യക്കിത് കനത്ത തിരിച്ചടിയാകും. ആഭ്യന്തര ഉൽപ്പാദനയെ സഹായിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സ്റ്റീൽ ഇറക്കുമതിക്ക് ഉയർന്ന താരിഫ് ചുമത്താൻ യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾ പദ്ധതിയിടുന്നു. ഇന്ത്യയും ചൈനയും അടക്കം ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അനിയന്ത്രിത ഇറക്കുമതി കുറയ്ക്കുകയാണ് ലക്ഷ്യം. സ്റ്റീൽ ഇറക്കുമതിക്ക് ട്രംപ് 50% താരിഫ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് യൂറോപ്യൻ യൂണിയന്റെ ഈ നീക്കം. ആഭ്യന്തര സ്റ്റീൽ ഉൽപ്പാദനത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി തയ്യാറാക്കിയതെന്ന് യൂറോപ്യൻ യൂണിയൻ ഇൻഡസ്ട്രീസ് ചീഫ് സ്റ്റീഫൻ സൈജോൺ പറഞ്ഞു. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായ യൂറോപ്യൻ കമ്മീഷൻ ഇത് സംബന്ധിച്ച അടുത്തയാഴ്ച തീരുമാനമെടുക്കും. നികുതി വർദ്ധിപ്പിക്കുന്നതിലൂടെ സ്റ്റീൽ ഇറക്കുമതി പകുതിയായി കുറയ്ക്കും. 25% നികുതി നിലവിലുണ്ട്. ഈ നികുതി അടുത്ത വർഷത്തോടെ അവസാനിക്കാനിരിക്കെയാണ് പുതിയ പദ്ധതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലൂടെ കൈമാറും. പദ്ധതിയുടെ 4ാം ഘട്ടം ആരംഭിച്ചു. അംഗീകൃത ഔദ്യോഗിക ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പ്രതിമാസ ശമ്പളം നൽകുന്നതിനുള്ള പദ്ധതിയുടെ 4ാം ഘട്ടത്തിനാണ് തുടക്കമിട്ടത്. തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള കരാർ ബന്ധത്തിൽ സുതാര്യത വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് നടപടിയെന്ന് മാനവ വിഭവശേഷി സാമൂഹിക മന്ത്രാലയം അറിയിച്ചു. 2 അതിലധികമോ വീട്ടുജോലിക്കാരുള്ള തൊഴിലുടമകളെ 4ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തും. മുസാനദ് പ്ലാറ്റ്ഫോം വഴിയുള്ള ഇലക്ട്രോണിക് ശമ്പള കൈമാറ്റ സേവനത്തിലൂടെ വേതന പേയ്മെന്റ് പ്രക്രിയയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. തൊഴിൽ വിപണി വികസിപ്പിക്കുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനുമുള്ള സൗദി വിഷൻ 2030 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് വിമാനത്താവളത്തിൽ 3D ലഗേജ് പരിശോധനാ സ്കാനറുകൾ സ്ഥാപിക്കും. യാത്രക്കാരുടെ ലഗേജ് പരിശോധനകൾ വേഗത്തിലാക്കാൻ പുതിയ സംവിധാനം സഹായകമാകും. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എല്ലാ ടെർമിനലുകളിലും അത്യാധുനിക 3D ലഗേജ് പരിശോധനാ സ്കാനറുകൾ സ്ഥാപിക്കുന്നത് 2026 മെയ് മാസത്തോടെ പൂർത്തിയാകും. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ യാത്രക്കാർക്ക് ലാപ്ടോപ്പുകൾ, ദ്രാവകങ്ങൾ തുടങ്ങിയവ ബാഗിനുള്ളിൽ തന്നെ സൂക്ഷിക്കാൻ കഴിയും. അത്യാധുനിക സംവിധാനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിലനിർത്തിക്കൊണ്ട് പരിശോധനകൾ വേഗത്തിലാക്കാൻ സഹായിക്കുമെന്ന് അധികൃതർ പ്രതികരിച്ചു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലൊന്നിൽ തിരക്കുകൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് 3D ലഗേജ് സ്കാനറുകൾ നടപ്പിലാക്കുന്നത്. യാത്രക്കാരുടെ തിരക്ക് 24 മണിക്കൂർ മുമ്പ് തന്നെ പ്രവചിക്കുന്ന AI സംവിധാനങ്ങളും ദുബായ് വിമാനത്താവളത്തിൽ വിന്യസിക്കുന്നുണ്ട്. ഇത് ജീവനക്കാരുടെ എണ്ണത്തിൽ വ്യത്യാസങ്ങൾ വരുത്താനും അധികൃതരെ സഹായിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രാൻസ്ജെൻഡറുകളെ പിന്തുണയ്ക്കുന്ന സംഘടനകൾക്കുള്ള ധനസഹായം നിർത്തലാക്കാൻ അമേരിക്ക. ഐക്യരാഷ്ട്രസഭയുടെ പരിപാടികൾക്ക് ഈ വിലക്ക് ബാധകമാകുമെന്നും റിപ്പോർട്ടുകൾ. ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകുന്ന വിദേശത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു സംഘടനയ്ക്കോ സർക്കാരിനോ നൽകുന്ന ഫെഡറൽ ഫണ്ടിംഗ് നിർത്തിവെക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം. യുഎസിന്റെ സഹായം സ്വീകരിക്കുന്ന വിദേശ സ്ഥാപനങ്ങൾ ഗർഭചിത്രം സംബന്ധിച്ച സേവനങ്ങൾ നൽകുന്നതും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും വിലക്കിക്കൊണ്ടുള്ള മെക്സിക്കോ സിറ്റി പോളിസി എന്ന നയത്തിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. പുതിയ നയപ്രകാരം ലിംഗരാഷ്ട്രീയം, ലിംഗസമത്വം തുടങ്ങിയ ആശയങ്ങളെയും LGBT ആശയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളെ പിന്തുണയ്ക്കുന്ന വിദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിംഗ് നിർത്തലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സന്നദ്ധ സംഘടനകൾ, വിദേശ സർക്കാരുകൾ, ഐക്യരാഷ്ട്രസഭയുടെ പരിപാടികൾ എന്നിവയ്ക്ക് ഈ വിലക്ക് ബാധകമാകുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വിദേശത്തും സ്വദേശത്തുമുള്ള US സഹായം സ്വീകരിക്കുന്ന NGO-കൾ, അന്താരാഷ്ട്ര സംഘടനകൾ, വിദേശ സർക്കാരുകൾ എന്നിവയ്ക്ക് ഗർഭചിത്രം, ലിംഗരാഷ്ട്രീയം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിലക്കുണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.